ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ വൈകുന്നേരം മാർക്കറ്റിലേക്ക് പോയതാ. ഞങ്ങൾ 6 മണി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നല്ല തിരക്കുണ്ട് കേട്ടോ. വൈകുന്നേരം ഇതുപോലൊരു കറക്കം പതിവുള്ളതാ. ഞങ്ങളുടെ വീടിനടുത്തുനിന്ന് കുറേ ദൂരമുണ്ട് ഈ മാർക്കറ്റ്. ഇവിടുത്തെ രാത്രി കാഴ്ചകൾ നല്ല ഭംഗിയാണ് കാണാൻ. മാർക്കറ്റിൽ നല്ല തിരക്കുണ്ടാവും. നാട്ടിൽ ഞങ്ങളുടെ വീടിനടുത്തുള്ള മാർക്കറ്റൊക്കെ 9 മണിക്കകത്ത് കടകളൊക്കെ അടച്ച് എല്ലാവരും വീട്ടിൽ പോകും. 2-3 മെഡിക്കൽ സ്റ്റോർ മാത്രം തുറന്നിരിക്കും. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. പകല് മൊത്തം ചൂടാണ്. രാത്രിയാണ് ആളുകൾ സാധനം വാങ്ങാൻ പുറത്തു പോണത്. ഞങ്ങൾ മാർക്കറ്റിലെത്തി കേട്ടോ. റോഡിൽ നല്ല തിരക്കായതുകൊണ്ട് വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി നടന്നു. ഞങ്ങൾ കുറേ ദൂരേങ്ങ് വന്നു കേട്ടോ. ഇങ്ങനെ പോകാനും രസവാ. വണ്ടി ഇങ്ങ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുവാന്നേൽ അത് വലിയ ബുദ്ധിമുട്ടാവും. മോക്ക് പുസ്തകം വാങ്ങണമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഈ ബുക്ക് സ്റ്റാളിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. അന്ന് വാങ്ങിയപ്പോൾ ചിലതൊന്നും കിട്ടിയില്ലായിരുന്നു. ഇന്നത് വന്നിട്ടുണ്ടോയെന്ന് നോക്കാൻ വന്നതാട്ടോ. അതുവരെ ഇനിയും താമസിക്കുമെന്ന് കടക്കാരൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇങ്ങോട്ട് വന്നപ്പോൾ പുതിയൊരു കട ഉണ്ട്. പുതിയതൊന്നുമല്ല, ഞങ്ങളിത് ആദ്യമായിട്ടാണ് കാണുന്നേ. അതിൻ്റെ ഇടയിൽ പോയി ഞാൻ നോക്കി. തൈരുവടയും സമോസയും പരിപ്പോടയും ഒക്കെയാ. പരിപ്പോടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ. പരിപ്പ് അരച്ചാണ് ഉണ്ടാക്കിയത്. ഷേപ്പും വേറെയാ. തൈരുവട ഈ സമയത്ത് ഇവിടെ കാണത്തില്ല. അതൊക്കെ പകലാണുള്ളത്. പക്ഷേ ഈ കടയിലുണ്ട് കേട്ടോ. എനിക്ക് തൈരുവട ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ തൈരുവടയും കോളിഫ്ലവർ പക്കോടയും പിന്നെ പരിപ്പോടയും പറഞ്ഞു. വിലയൊക്കെ കുറവാ. പ്ലേറ്റിന് 20 രൂപയേ ഉള്ളൂ. ഇവിടേക്ക് ജീവിക്കാൻ നല്ലതാ. ഇതിന് മേളിൽ പല ടൈപ്പിലുള്ള മസാലക്കറി ഒഴിക്കും കേട്ടോ. ഗ്രീൻ പീസ് കറിയും ഉരുളക്കിഴങ്ങ് കറിയും പിന്നെ മുളക് ചട്നിയും ഒക്കെ കാണും. എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ അടിപൊളിയാ. ഈ കടയിലെ എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്. കുറച്ച് ബോണ്ട പാഴ്സലും വാങ്ങി. ബോണ്ടയുടെ ഫില്ലിങ് ഉരുളക്കിഴങ്ങ് മസാലയായിരുന്നു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ വണ്ടിയിൽ മാങ്ങയും വാട്ടർമെലോണും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ. അവിടെ നിന്ന് കഴിച്ചിട്ട് ചെരുപ്പ് വാങ്ങാൻ കടയിലോട്ട് പോയി. മോക്ക് ഷൂസ് വാങ്ങണമായിരുന്നു സ്കൂളിലേക്ക്. ഉള്ള ഷൂസ് സാധാരണ ചെറുതായതുകൊണ്ട് വേറെ വാങ്ങുന്നല്ലേ പറയുന്നത്. ഇതങ്ങനെയല്ല കേട്ടോ. പഴയത് വലുതായതുകൊണ്ട് ചെറുത് വാങ്ങാൻ പോയതാ. അവളുടെ കാല് വലുതായതുകൊണ്ട് എടുക്കുന്നത് വലിയ ഷൂസാണ്. അതുകൊണ്ട് വലുത് മാറ്റിയിട്ട് കുറച്ചുകൂടെ ചെറുത് വാങ്ങാൻ പോയതാ. അവളുടെ അളവിലുള്ള ഷൂസ് കിട്ടാൻ വലിയ പാടാ. കാല് കുറച്ച് ചെറുതാട്ടോ. കടയിൽ ചെന്നിട്ട് കടക്കാരൻ പല അളവിലുള്ളതും എടുത്ത് കാലിലടിപ്പിച്ചു. എന്നിട്ട് ഒന്നും സെറ്റായിട്ടില്ല. പിന്നെ കടയിൽ ഏറ്റവും ചെറിയ ഷൂസും വാങ്ങിക്കൊണ്ട് വന്നു. ഇനി 2 ദിവസം കഴിയുമ്പോൾ അത് മാറ്റേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അത്രയ്ക്ക് ചെറുതാണ് എടുത്തിട്ട് വന്നത്. കടക്കാരൻ അയാളുടെ കടയിൽ ഒത്തിരി തിരഞ്ഞിട്ട് കിട്ടിയില്ല. പിന്നെ അടുത്തുള്ള ഏതോ കടയിൽ പോയി എടുത്തിട്ട് വന്നതാ. ചെരുപ്പൊക്കെ വാങ്ങി കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴക്കോള്. ആളുകളെല്ലാം കുറച്ച് സ്പീഡിലായിരുന്നു കേട്ടോ. കടകളൊക്കെ വേഗം അടയ്ക്കുന്നു. പെട്ടെന്നൊരു മഴക്കോള്. ഇവിടെ മഴ തുടങ്ങിയാൽ പിന്നെ നിൽക്കാൻ കുറേ സമയമെടുക്കും. പിന്നെ ഞങ്ങളും സ്പീഡിലായി. വണ്ടി ഇട്ടിടത്തുനിന്ന് കുറേ ദൂരേങ്ങ് വന്നായിരുന്നു. മഴ പൊടിച്ചു തുടങ്ങി. ഇവിടെ മഴ നിർത്താതെ കുറച്ചു നേരം പെയ്താൽ റോഡിലൊക്കെ വെള്ളം പൊങ്ങും. പിന്നെ പോക്കും വരവും ഒക്കെ വലിയ കഷ്ടമാണ്. ഞങ്ങൾ നടന്നിട്ടും എത്തുന്നില്ല. ഇപ്പോഴാണ് മനസ്സിലായത് വന്ന ദൂരം. വീട്ടിൽ പുറത്ത് തുണി കിടക്കുക. ഒന്നും പറക്കിയിട്ടില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നല്ല കാലാവസ്ഥയായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ എല്ലാം നനഞ്ഞു കിടക്കും. പോരാത്തതിന് ഇന്ന് രാവിലെ 2 കമ്പിളിയും കൂടി കഴുകിയായിരുന്നു. അതെല്ലാം ഉണങ്ങിക്കിടന്നതായിരുന്നു. എന്തായാലും വണ്ടി കയറിയിട്ടാണ് നല്ല മഴ തുടങ്ങിയത്. അടിപൊളി മഴയായിരുന്നു. നല്ല ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മഴ കണ്ടപ്പോൾ ലക്കിക്ക് മഴയത്ത് കളിക്കണമെന്ന്. പുറത്തിറക്കി വിടാത്തതിന് പിന്നെ കരച്ചിലായി. പിന്നെ വീട്ടിൽ ചെന്നിട്ട് കളിക്കാൻ സമ്മതിക്കാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിരുത്തി. വീട്ടിലെത്തുമ്പോൾ അവ ഉറങ്ങിപ്പോവും. ഞങ്ങൾ സ്പീഡ് കുറച്ചാണ് പോയത്. ഈ ഇടിയും മിന്നലും കണ്ടിട്ട് തന്നെ പേടിയാവുക. ഒപ്പം കാറ്റും. കാറ്റത്ത് പല മരങ്ങളും മറിഞ്ഞു വീഴും. പിന്നെ റോഡ് ബ്ലോക്ക് ആവുകയും ചെയ്യും. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.